വായനാ പക്ഷാചരണ ഭാഗമായി അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ വായന സദസ്സ് സംഘടിപ്പിച്ചു. പി എൻ പണിക്കരുടെ മകനും പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ വൈസ് ചെയർമാനുമായ എൻ ബാലഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. വായനയിലൂടെ ലഭ്യമാകുന്ന അറിവിന്റെ സ്വാംശീകരണത്തിലൂടെ ഓരോ വ്യക്തിയും ഉൽപാദന പ്രക്രിയയുടെ ഭാഗമായാൽ മാത്രമേ രാഷ്ട്രപുരോഗതി കൈവരിക്കാനാവുകയുള്ളൂവെന്ന് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനും പി എൻ പണിക്കരുടെ മകനുമായ എൻ ബാലഗോപാലൻ അഭിപ്രായപ്പെട്ടു. ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെയാണ് ചൈന വ്യാവസായികമായും സാമ്പത്തികമായും മുന്നേറിയതെന്നും സ്വയം സംരംഭകത്വത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ സംഘടിപ്പിച്ച വായന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ ബാലഗോപാലൻ. ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലെ വിജ്ഞാനത്തിൻ്റെ എല്ലാം നമുക്ക് ലഭിക്കുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്നു. നാം ചന്ദ്രനിൽ പോയി, നാം സൂര്യനിൽ പോകുന്നു. ഇവിടെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നവീനങ്ങളായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ ലോക നിലവാരത്തിൽ പോകുന്നു. അപ്പോൾ അതിനൊക്കെ വേദിയൊരുക്കുന്നത് ഈ ഗ്രാമീണ ഗ്രന്ഥശാല, ഈ ഗ്രാമത്തിലുള്ള ഗ്രന്ഥശാല. ഇവിടുത്തെ സാധാരണക്കാരന്, പട്ടിണിപ്പാവങ്ങൾക്ക് അറിവ് നൽകുന്ന ഈ ഗ്രന്ഥശാല, അതോടൊപ്പം ഗ്രാമീണ ഗ്രന്ഥശാല എന്നാ പറയുന്നത്, ഗ്രാമീണ സർവകലാശാലയാണ്. ഇവിടെ നിന്ന് നമുക്കെല്ലാം പഠിക്കാം, എല്ലാം പഠിക്കാം. ഒരു കമ്പ്യൂട്ടർ വേണമെന്നേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറിൽ നമ്മുടെ മൊബൈൽ ഫോണായാലും മതി. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്കിന്ന് ലോകത്തിൻ്റെ സകല കാര്യങ്ങളും പഠിക്കാം. ചടങ്ങിൽ വായനശാല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ കരുണാകരൻ അധ്യക്ഷനായി. കാൻഫെഡ് കാസർഗോഡ് ജില്ലാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ പി എൻ പണിക്കരുടെ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹോസ്തൃക താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം ടി തമ്പാൻ, കെ വി രാഘവൻ മാസ്റ്റർ, കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ, കാൻഫെഡ് ജില്ലാ സെക്രട്ടറി സി സുകുമാരൻ, സി പി വി വിനോദ് കുമാർ, ക്യാപ്റ്റൻ രാജീവ് നായർ, വിജയലക്ഷ്മി നീലേശ്വരം, ഭരതൻ പള്ളഞ്ചി എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയിലെ അംഗങ്ങളായ കുട്ടികളുമായി മുഖാമുഖവും നടത്തി. വാർത്താ വായനയിൽ 4 വർഷം പൂർത്തീകരിച്ച എം ജി വേദികയ്ക്കും വായനാ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കത്തെഴുത്ത്, പക്ഷി നിരീക്ഷണം, പുസ്തകാസ്വാദന പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്കുമുള്ള ഉപഹാരങ്ങളും ഇതേ വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. പരിപാടിയിൽ പി വി ജയരാജ് സ്വാഗതവും ഗോപി മുളവിന്നൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.